ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ലോകത്തെ പഠിപ്പിച്ച, ലോകത്തിന്റെ വെളിച്ചവും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. ഞങ്ങൾ ഷോർട്സ് വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം പ്രമാണങ്ങളിലുള്ള യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് യാതൊരു അറിവുമില്ലാത്ത മുസ്ലിങ്ങളുടെ കുരുപൊട്ടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ആ കുരുപൊട്ടലിന്റെ അനന്തരഫലമായി അവർ കമന്റ് ബോക്സിൽ വന്ന് തെറിവിളിയും ജാതി അധിക്ഷേപവും ബോഡി ഷെയ്മിങ്ങും നടത്തി നിർവൃതി അടയുന്നത് നിങ്ങളിൽ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ വേണം എന്നല്ലേ ചൊല്ല്. അവർക്ക് അങ്ങനെ ഒരു ആശാനില്ല. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ആശാനില്ല. അവരുടെ ആശാൻ മുഹമ്മദ് അല്ലേ? മുസ്ലിങ്ങളുടെ അകക്കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുന്നവനാണ് മുഹമ്മദ്. അവൻ കാണിച്ചും പഠിപ്പിച്ചും കൊടുത്ത കാര്യങ്ങളല്ലേ മുസ്ലിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അതാണ് അവർ ചെയ്യുന്നത്. കേരളത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം അല്ലാത്തത് കൊണ്ട് ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റൂ. ജമ്മു കാശ്മീരിലേതുപോലെ ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ അവർ തെറിവിളിക്കാനും ജാത്യധിക്ഷേപം നടത്താനും ഒന്നും നിൽക്കുകയില്ല. അവരുടെ മതഗ്രന്ഥമായ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കൊന്നുകളയുകയുള്ളൂ. അതും ഞങ്ങൾക്കറിയാം. മതവെറി മൂക്കുമ്പോൾ തെറിവിളിയും മൂക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഇവന്മാരുടെ കുരുപൊട്ടലും തെറിവിളികളും കാണുമ്പോൾ ചിരിച്ചു തള്ളുകയാണ് പലപ്പോഴും ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോ ജിഹാദിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ വന്ന കമന്റിന് വീഡിയോയിലൂടെ തന്നെ മറുപടി പറയണം എന്ന് ഞങ്ങൾക്ക് തോന്നി. അത് ആ കമന്റ് വലിയ സംഭവമായതുകൊണ്ടൊന്നുമല്ല. ആ കമന്റ് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയ ഒരു കമന്റ് ഒന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കമന്റ് ഇട്ടത് ഒരു പൊറോട്ടക്കെട്ടുകാരൻ ഉസ്താദ് ആയതുകൊണ്ടാണ്. മനസ്സിലായി? ആ ഒറ്റ കാരണം കൊണ്ടാണ്. ഇതാണ് കമന്റ്, ഞാൻ വായിക്കാം. ജിഹാദിന് നീ കൊടുക്കുന്ന അർത്ഥം എന്താണ്? നിന്റെ അയൽവാസി നിന്റെ മതക്കാരനല്ലെങ്കിലും അവനെ നീ ബഹുമാനിക്കണം എന്നാണ് ലോകഗുരു മുഹമ്മദ് നബി പഠിപ്പിച്ചത്. വർഗീയ വിഷം ചീറ്റാതെ മതസൗഹാർദ്ദ ക്ലാസ് എടുക്കാൻ പഠിക്കുക, അതാണ് മനുഷ്യത്വം. ഇതാണ് പൊറോട്ടക്കെട്ടുകാരൻ ഉസ്താദ് ഇട്ട കമന്റ്. ഈ പൊറോട്ടക്കെട്ടുകാരന്റെ പേര് കയ്പമംഗലം ഉസ്താദ് എന്നാണ്. ബ്രാക്കറ്റിൽ ശിഹാബ് ഉസ്താദ് എന്നും കാണുന്നുണ്ട്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആശാൻ എന്നാണല്ലോ അർത്ഥം. കാർന്നോമാര് പറയാറുള്ളത് ആശാൻ നിന്നൊഴിച്ചാൽ ശിഷ്യന്മാർ നടന്നൊഴിക്കും എന്നാണ്. ജിഹാദിനെ കുറിച്ചുള്ള ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഇവൻ ഇങ്ങനെ കുരുപൊട്ടിയെങ്കിൽ ഇവന്റെ ശിഷ്യന്മാർക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും കുരുപൊട്ടുക എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഉസ്താദുമാരുടെ ഇത്തരം കുരുപൊട്ടലുകൾക്ക് അപ്പോഴപ്പോഴേ മരുന്ന് കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ അത് ദോഷം ചെയ്യുമെന്ന് തോന്നിയത് കൊണ്ടാണ് വീഡിയോയിലൂടെ തന്നെ ആ പൊറോട്ടക്കെട്ടുകാരന് മരുന്ന് കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. നിന്റെ അയൽവാസി നിന്റെ മതക്കാരനല്ലെങ്കിലും അവനെ നീ ബഹുമാനിക്കണമെന്നാണ് ലോകഗുരു മുഹമ്മദ് നബി പഠിപ്പിച്ചത് എന്ന പൊറോട്ടക്കെട്ടുകാരന്റെ നുണയ്ക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നൽകുന്നത്. ജിഹാദിന് നീ കൊടുക്കുന്ന അർത്ഥം എന്താണ് എന്ന ചോദ്യത്തിനും വർഗീയ വിഷം ചീറ്റുന്നതിനെയും മതസൗഹാർദ്ദ ക്ലാസിനെയും അതുപോലെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ആ പൊറോട്ടക്കെട്ടുകാരന്റെ ഡയലോഗ് അടിക്കുള്ള മരുന്ന് ദൈവം അനുവദിച്ച വേറെ വീഡിയോയിൽ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. പൊറോട്ടക്കെട്ടുകാരൻ പറയുന്നത് അയാളുടെ നബി മുഹമ്മദ് ലോക ഗുരു ആണെന്നാണ്. ഇങ്ങനെ ഒരു കാര്യം മുഹമ്മദിന് അറിയാമോ? മുഹമ്മദ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ലോക ഗുരു ആണെന്ന്? അല്ലെങ്കിൽ സ്വഹാബിമാർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദ് ലോക ഗുരു ആണെന്ന്? അവർക്കാർക്കും അറിയാത്ത, അവരാരും പറഞ്ഞിട്ടില്ലാത്ത, അവരാരും അവകാശപ്പെട്ടിട്ടില്ലാത്ത ടൈറ്റിലാണ് ഈ പൊറോട്ടക്കെട്ടുകാരൊക്കെ മുഹമ്മദിന് ചാർത്തി കൊടുക്കുന്നത്. ലോക ഗുരു പോയിട്ട് ഒരു ലോക്കൽ ഗുരു ആകാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനാണ് മുഹമ്മദ് എന്ന് ഹദീസുകൾ വായിച്ചാൽ അറിയാൻ പറ്റും. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പോലും ഇവന്മാർക്ക് അറിയാത്തത് കൊണ്ടാണ് അറേബ്യൻ മരുഭൂമിയിൽ കൊള്ളസംഘം ഉണ്ടാക്കി അറേബ്യൻ പെനിൻസുലയിലുള്ളവരെ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന കൊള്ളത്തലവനായ മുഹമ്മദിനെ ലോക ഗുരു എന്നൊക്കെ ഇവന്മാർ വിശേഷിപ്പിക്കുന്നത്. ഗു എന്ന അക്ഷരത്തിന് അജ്ഞാനമെന്നും അന്ധകാരമെന്നും അർത്ഥമുണ്ട്. രു എന്നാൽ നശിപ്പിക്കുന്നത് എന്നർത്ഥം. അതായത് അജ്ഞാനത്തെയും അന്ധകാരത്തെയും നശിപ്പിക്കുന്നവനാണ് ഗുരു. എന്നാൽ മനുഷ്യരുടെ മനസ്സുകളിലേക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് അജ്ഞാനവും അന്ധകാരവും നിറച്ചവനാണ് മുഹമ്മദ്. സൂര്യൻ രാത്രിയാകുമ്പോൾ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് പോയി അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് കൊണ്ടാണ് പിറ്റേ ദിവസം ഉദിക്കാനുള്ള അനുവാദം അള്ളാഹു സൂര്യന് കൊടുക്കുന്നതെന്ന് പഠിപ്പിച്ച മുഹമ്മദ്.
ഈ നക്ഷത്രങ്ങളെല്ലാം പിശാചുക്കളെ എറിഞ്ഞു ഓടിക്കാൻ വേണ്ടിയുള്ള കല്ലുകളാണ്. അള്ളാഹു പിശാചുക്കളെ എറിഞ്ഞു ഓടിച്ച കല്ലുകളാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ്. ഒരാളുടെ അകം ചലം കൊണ്ട് നിറഞ്ഞു നശിക്കുന്നതാണ്, അത് കവിത കൊണ്ട് നിറയുന്നതിലേറെ നല്ലത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ്. കണ്ണീർ തട്ടിയാൽ മന്ത്രിച്ചൂതാൻ പറഞ്ഞിട്ടുള്ള മുഹമ്മദ്. പിശാച് രാത്രി കഴിച്ചുകൂട്ടുന്നത് മുസ്ലിങ്ങളുടെ മൂക്കിലാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ്. പല്ലിയെ കൊന്നാൽ പുണ്യം കിട്ടുമെന്ന് അനുയായികളെ പഠിപ്പിച്ച മുഹമ്മദ്. ജംറയിൽ കല്ലെറിയുമ്പോൾ ഏറുകൊള്ളുന്നത് പിശാചിന്റെ മുഖത്താണെന്ന് അനുയായികളെ വിശ്വസിപ്പിച്ച മുഹമ്മദ്. കോട്ടുവായി പിശാചിന്റെ പ്രവൃത്തികളിൽ പെട്ടതാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ്. കരിഞ്ജീരകം മരണമൊഴിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും ശമന ഔഷധമാണെന്നും അജ്വ ഈന്തപ്പഴം 7 എണ്ണം കഴിച്ചാൽ ഒരു വിഷവും മനുഷ്യനേൽക്കില്ലെന്നും പറഞ്ഞ മുഹമ്മദ്. ഇസ്രായേലിൽ സന്തതികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ രൂപം മാറിയിട്ടാണ് എലികൾ ഉണ്ടായത് എന്ന് അനുയായികളെ പഠിപ്പിച്ച മുഹമ്മദ്. തന്നിൽ വിശ്വസിക്കാത്തവരോട് യുദ്ധം ചെയ്യണമെന്നും അങ്ങനെയുള്ളവരെ കൊന്നുകളയണമെന്നും പഠിപ്പിച്ച മുഹമ്മദ്. ഈ മുഹമ്മദ് മനുഷ്യരുടെ മനസ്സിലെ അജ്ഞത നീക്കിക്കളഞ്ഞവനാണെന്ന് സുബോധമുള്ള ആരെങ്കിലും പറയൂ? അവൻ ഈ 21-ാം നൂറ്റാണ്ടിലും അവന്റെ അനുയായികളെ അന്ധകാരത്തിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നവനാണ്. മുഹമ്മദ് അങ്ങനെയുള്ള ഒരുത്തനാണ്. ഇന്നും മുഹമ്മദിന്റെ പഠിപ്പിക്കലുകൾ മുറുകെ പിടിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ അന്ധകാരത്തിലാണ്ട് കിടക്കുകയാണ്. ഇസ്ലാം ചെന്നു ചേർന്ന രാജ്യങ്ങളുടെ അവസ്ഥ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാകും. യൂറോപ്പിൽ ഇസ്ലാമിന്റെ കീഴിൽ വന്നത് 2 രാജ്യങ്ങളായിരുന്നു, സ്പെയിനും തുർക്കിയും. ഏതാണ്ട് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്പെയിൻ ഇസ്ലാമിക മുഖം കുടഞ്ഞെറിഞ്ഞു കളഞ്ഞു. അവരങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മടങ്ങി വന്നു. പിൽക്കാലത്ത് ആ ഭൂവിഭാഗത്തിലുള്ള ആളുകൾ കലാ, കായിക, സാഹിത്യ, സാംസ്കാരിക രംഗങ്ങളിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് രാജകീയ പ്രൗഢിയോടെ യാത്ര ചെയ്തപ്പോൾ യൂറോപ്പിലെ തന്നെ മറ്റൊരു ഇസ്ലാം രാഷ്ട്രമായ തുർക്കി ഇന്നും എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം. യൂറോപ്പിലെ രോഗി എന്നാണ് തുർക്കിയുടെ അപരനാമം. അതാണ് അവസ്ഥ. കാരണം ഇസ്ലാമിക ഐഡിയോളജിയാണ് അവർ മുറുകെ പിടിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾ ഇസ്ലാമിക ഐഡിയോളജി അനുസരിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് യൂറോപ്പിലെ രോഗിയായി അവർ മാറി. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്നാലും ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയൊക്കെ ഒരേ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലമുള്ള രാജ്യങ്ങളാണ്. ഇതിൽ ഇന്ത്യ ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സെക്കുലർ രാജ്യമായിരിക്കുമ്പോൾ മുഹമ്മദിന്റെ ശരീഅത്ത് നിയമങ്ങളാണ് മറ്റു 3 രാജ്യങ്ങളും മുറുകെ പിടിച്ചിരിക്കുന്നത്. ആ 3 ഇസ്ലാമിക രാജ്യങ്ങൾ എവിടെ കിടക്കുന്നു? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമായിരിക്കുന്ന ആ 3 ഇസ്ലാമിക രാജ്യങ്ങൾ എവിടെ കിടക്കുന്നു? മുഹമ്മദിന്റെ നിയമങ്ങൾ ത്യജിച്ച ഇന്ത്യ എവിടെ എത്തിയിരിക്കുന്നു എന്ന് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും. മുഹമ്മദിന്റെ പഠിപ്പിക്കലുകൾ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞ് ചെറുതായിട്ടെങ്കിലും ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായ ഇസ്ലാമിക രാജ്യങ്ങൾ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഗൾഫ് രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും പൊതുസമൂഹത്തിൽ നിന്നും ഇസ്ലാം മതാചാരങ്ങളെ പുറത്താക്കിയില്ലെങ്കിൽ രക്ഷയില്ലെന്നുമുള്ള കാര്യം സൗദി അറേബ്യയ്ക്ക് പോലും മനസ്സിലായി. അത്രമാത്രം പ്രതിലോമകരവും വെറുപ്പുളവാക്കുന്നതും ഹീനവും നിന്ദനീയവും ജുഗുപ്സാവഹവും അന്ധകാരാവൃതവുമാണ് മുഹമ്മദിന്റെ നിയമങ്ങൾ. അത്തരം കേടുകെട്ട നിയമങ്ങളിലൂടെ മനുഷ്യരാശിയെ അന്ധകാരത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നവനെയാണ് ഈ പൊറോട്ടക്കെട്ടുകാരൻ ലോക ഗുരു എന്നൊക്കെ തള്ളിമറിക്കുന്നത്. ഇതൊക്കെ മദ്രസയെ പോയി പറഞ്ഞാ മതി. പൊറോട്ടക്കെട്ടുകാരാ, മദ്രസയിലത്തെ പിള്ളേരുണ്ടല്ലോ, തലച്ചോറ് പണയം വെച്ച പിള്ളേര്, അല്ലെങ്കിൽ പണയം വെക്കുകയല്ല, തലച്ചോറ് ഊരി വെച്ചിട്ട് മദ്രസയ്ക്കകത്തേക്ക് കടന്നു വന്ന പിള്ളേര്, ആ മദ്രസ പൊട്ടന്മാരോട് പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയാൻ നിൽക്കണ്ട കേട്ടാ. സത്യത്തിൽ ലോകത്തിന്റെ വെളിച്ചം എന്ന വിശേഷണത്തിന് അർഹനായി ലോകത്തിൽ ഇന്ന് വരെ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു യെരുശലേമിന്റെ മണ്ണിൽ കാലൂന്നി നിന്നുകൊണ്ട് ലോകത്തോട് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന്. യോഹന്നാൻ 8:12. അതേ യോഹന്നാൻ സുവിശേഷം 12:46 യേശുക്രിസ്തു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്നാണ്. ഇപ്രകാരമുള്ള ഒരു അവകാശ പ്രഖ്യാപനം ലോകത്ത് വേറൊരാളും നടത്തിയിട്ടില്ല, ഒരാൾക്കും നടത്താൻ സാധിക്കുകയുമില്ല. കാരണം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. 30-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിനെ കുറിച്ച് മത്തായി പറയുന്നത്, സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും
ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരുന്നവർക്ക് പ്രകാശമുദിച്ചു എന്നാണ് മത്തായി 4:14-15 വാക്യങ്ങൾ. ഈ പ്രഖ്യാപനം മത്തായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ വാക്കുകൾ എത്രയോ സത്യമാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ചെന്നെത്തിയിട്ടുള്ള എത്രയെത്ര രാജ്യങ്ങളാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നിട്ടുള്ളത്. അതെല്ലാം പറയാൻ ഇപ്പോ സമയം പോരാ. എന്തായാലും ലോകഗുരു എന്നുള്ള വിശേഷണം ലോകത്താകെ ഒരേ ഒരാൾക്ക് മാത്രമേ ചേരുകയുള്ളൂ. അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനാണ്. മുഹമ്മദിന് ലോകഗുരു എന്നത് പോയിട്ട് ലോക്കൽ ഗുരുവായിരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. ഈ പൊറോട്ടക്കെട്ടുകാരൻ ചോദിക്കുന്നത് കണ്ടോ, ജിഹാദിന് നീ കൊടുക്കുന്ന അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. ജിഹാദിന് ഞാൻ പ്രത്യേകിച്ച് അർത്ഥമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ തന്നെ ജിഹാദിന്റെ അർത്ഥം വിവരിച്ചിട്ടുണ്ട്. ഞാനത് വായിച്ചു നോക്കിയിട്ടുമുണ്ട്. അർത്ഥമറിയാത്ത അറബിയിൽ ജിഹാദിനെ കുറിച്ച് ഓതി പഠിച്ചിട്ടുള്ള എല്ലാ മദ്രസ പൊട്ടന്മാരും ജിഹാദിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഷോർട്സ് വീഡിയോകളുടെ കീഴിൽ വന്ന് മെഴുകുന്നുണ്ട് ജിഹാദിനെ വെള്ളപൂശാൻ വേണ്ടി. സാമ്പിൾ ഞാൻ ചിലത് കാണിച്ചു തരാം. ഒരു ജിഹാദി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് വായിക്കാനൊക്കെ പ്രയാസമാണ്. ഇവന്മാരുടെ എഴുത്ത് വായിക്കാൻ പ്രയാസമാണ്. അക്ഷരത്തെറ്റ് ഒരു വശത്ത്, പിന്നെ ഈ കുത്തും കോമ്യം നിർത്തുന്ന പരിപാടിയേ ഇല്ല. ഇങ്ങനെ ഒറ്റ തച്ചിനങ്ങോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ വേണം ഇന്ന സ്ഥലത്ത് കുത്തുണ്ട്, ഇന്ന സ്ഥലത്ത് കോമയാണെന്നൊക്കെ കരുതി വായിക്കാം കേട്ടോ. അതായത് ഞാൻ വായിക്കാം. അത് നിന്നെപ്പോലെയുള്ള വർഗീയവാദികൾക്കല്ലേ ജിഹാദ് എന്ന് പറഞ്ഞ പോരാട്ടമാണ് മന്ദ. ഇവിടെ ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ ഒരു ജിഹാദാണ് അഥവാ പോരാട്ടം. ഇതാണ് ഈ ജിഹാദി എഴുതിയിരിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതം പോരാട്ടമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ജിഹാദ് അല്ല. ആ പോരാട്ടത്തെ അല്ല ജിഹാദ് എന്ന് പറയുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജീവിക്കാൻ വേണ്ടിയാണ് പോരാടുന്നത്. അല്ലാതെ കാട്ടറബികളുടെ ഗോത്രദേവനായ അള്ളാഹുവിന്റെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയല്ല. കാരണം ജിഹാദ് എന്ന് പറഞ്ഞാൽ അതാണ്, ഗോത്രദേവനായ അള്ളാഹുവിന്റെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. ലോകത്തുള്ള മനുഷ്യർ പോരാടുന്നത് അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടുമാണ്. അല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത മനുഷ്യരോടല്ല, കാഫിറുകളോടല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ അതാണ്, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആൾക്കാരോടുള്ള പോരാട്ടമാണ്. ലോകത്തുള്ള മനുഷ്യർ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ കാഫിർ എന്നും മുദ്രകുത്തി ആരെയും കൊല്ലുന്നില്ല. പക്ഷെ ജിഹാദികൾ അതാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാഫിറുകളെ കൊല്ലുകയാണ്. അവിശ്വാസികൾ എന്ന് അവർ പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിലും മുഹമ്മദിലും ഖുർആനിലും വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത മനുഷ്യരെ കൊല്ലുകയാണ്. അതാണ് അവർ ചെയ്യുന്നത്. പ്രമാണം അതാണ് പഠിപ്പിക്കുന്നത്. ഖുർആനായാലും ഹദീസുകളായാലും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവരത് ചെയ്യുന്നു. ഇവിടെ അനുദിന ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോരാടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മനുഷ്യരെ പോയി കൊല്ലുകയാണോ? ആരെങ്കിലും പോയിട്ട് കൊല്ലുകയാണോ? അല്ലല്ലോ. അവനവന്റെ ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടും ഒക്കെ പ്രതിബന്ധങ്ങളോടൊക്കെ പോരാട്ടം ചെയ്ത് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇമാതിരി വെളുപ്പീര് പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് മദ്രസ പൊട്ടന്മാരോടും പൊട്ടികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ. അടുത്ത ജിഹാദിയുടെ മെഴുകൽ ഇങ്ങനെയാണ്. തന്റെ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതും ജിഹാദിൽപ്പെട്ടതാണ്. അർത്ഥമറിയാത്ത അറബിയിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ടുള്ള വിവരക്കേടാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. മുഹമ്മദോ സ്വഹാബിമാരോ ആദ്യകാല ഇസ്ലാമിക പണ്ഡിതന്മാരോ ഒന്നും തന്നെ കുടുംബത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് ജിഹാദിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ജിഹാദ് ചെയ്താൽ വലിയ കഠിനാധ്വാനം ഒന്നും ചെയ്യാതെ തന്നെ കുടുംബം പോറ്റാൻ പറ്റും എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഹദീസ് ഞാൻ വായിക്കാം. ഉമർ പറയുന്നു, തിരുമേനി ബനു നളിർ ഗോത്രക്കാരുടെ പക്കൽ നിന്ന് ഗനീമത്തായി പിടിച്ചെടുത്ത തോട്ടം, അതിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും തന്റെ കുടുംബത്തിന്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കിവെക്കുകയും പതിവായിരുന്നു. സ്വഹീഹുൽ ബുഖാരി അധ്യായം 68 ഹദീസ് നമ്പർ 1837. അപ്പൊ ഇവിടെ നിങ്ങൾ ഹദീസ് കണ്ടല്ലോ. മുഹമ്മദ് ബനു നളീർ എന്ന് പറയുന്ന യഹൂദ ഗോത്രക്കാരെ ഓടിപ്പിച്ചു കളഞ്ഞു. അവരെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപരോധമായിരുന്നു. ഇവരെ ആക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് വന്നു. അപ്പൊ അവർ കോട്ടയൊക്കെ അടച്ച് വാതിലൊക്കെ അടച്ചകത്ത് കയറിയിരുന്നു. ഇവര് പുറത്ത് ഉപരോധത്തിലാണ്. ഈ മുഹമ്മദും മുസ്ലിം സൈന്യവും ഇവരെ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്നറിയോ? ഉപരോധിക്കാൻ വന്നവർ വെട്ടുപോയി. കാരണം അവര് വിചാരിച്ച് ഇവരെപ്പോഴും ചെയ്യുന്ന പരിപാടി ഇതാ. മുഹമ്മദും കൂട്ടർ എപ്പോഴും ചെയ്യുന്നത് അപ്രതീക്ഷിതമായി ആക്രമിക്കുകയാണ്. ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് എന്നിട്ട് നേരം വെളുക്കുമ്പോഴേക്കും അവർ കോട്ടവാതിലൊക്കെ തുറന്ന് പുറത്ത് തോട്ടത്തിൽ പണിയെടുക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ആക്രമിച്ച് അവരെ കൊല്ലുകയും അടിമകളായി പിടിക്കുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നതാണ്. പക്ഷെ ബനു നളീർ ഗോത്രക്കാരെ അങ്ങനെ കിട്ടിയില്ല. അവർ ഇത്തിരി ജാഗ്രതയിലായിരുന്നു. അതുകൊണ്ട് കോട്ടവാതിലൊക്കെ അടച്ചകത്തിരുന്നു. ഇവർക്ക് ഉള്ളി കിടക്കാൻ പറ്റിയില്ല. അങ്ങനെ മുഹമ്മദും കൂട്ടരും ഇവരെ ഉപരോധിച്ച് പുറത്തിരിക്കുന്ന സമയത്ത് അവർക്ക് മറ്റേ അകത്തിരിക്കുന്നവർക്ക് പ്രശ്നമില്ല. അവരുടെ ഫുഡ് എല്ലാം അവർ അവിടെ സംഭരിച്ചു വെച്ചിരുന്നു. പക്ഷെ ഇവര് വിചാരിച്ച് പെട്ടെന്ന് ആക്രമണം നടത്തി അങ്ങോട്ട് മടങ്ങി പോകാം, കൊള്ളയടിച്ച് പോകാമെന്ന് വിചാരിച്ചാണ് വന്നത്. അതുകൊണ്ട് അധികം ഫുഡും മറ്റൊന്നുമില്ല. ഇവന്മാർ ഇവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതോടുകൂടി ബുദ്ധിമുട്ടിലായി.
വിശന്ന് ഇതാകാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ബനു എന്നുള്ള ഗോത്രക്കാരുടെ ഈന്തപ്പന തോട്ടം അത് മുഴുവൻ കത്തിച്ചു കളയാൻ ഉത്തരവിടും. അതിനു മുമ്പ് അറേബ്യയിൽ ആരും ചെയ്യാത്തൊരു പരിപാടിയാണ്. അറേബ്യയിൽ ഒരാളും ചെയ്യാത്തതാണ്. കാരണം അറേബ്യയിൽ ഭക്ഷണ വസ്തുക്കൾ വളരെ വിലപിടിപ്പുള്ളതാണ്. മരുഭൂമിയല്ലേ, ഭക്ഷണ വസ്തുക്കൾ വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് എത്രയൊക്കെ യുദ്ധങ്ങൾ നടത്തിയാലും ശരി, ഇരു കൂട്ടരും പരസ്പരം അവരുടെ തോട്ടങ്ങൾ, മറ്റുള്ളവരുടെ തോട്ടങ്ങളെ ആക്രമിക്കുക അങ്ങനെയുള്ള പരിപാടിയില്ല. ആദ്യമായിട്ട് ചെയ്യുന്നത് മുഹമ്മദാണ്. അപ്പൊ അങ്ങനെ ആ തോട്ടത്തിന് തീയിട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവര് കോട്ടവാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് കീഴടങ്ങുന്നത്. അപ്പൊ കീഴടങ്ങി കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഉഡായിപ്പ് കാണിക്കുകയാണ്. മുഹമ്മദിന്റെ ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ യുദ്ധമൊന്നും നടന്നിട്ടില്ല, യുദ്ധം ചെയ്യേണ്ടി വന്നില്ല, ഒരു മുസ്ലിമിന് രക്തം ഒഴുക്കേണ്ടി വന്നില്ല, ഉപരോധം മാത്രമായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടിയതല്ലേ. അതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു, ഇത് ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിന് മുഹമ്മദിനും 5-1, ബാക്കി 5-4 മുസ്ലിങ്ങൾക്ക് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അതിന്റെ ആവശ്യമില്ല, ഇത് മൊത്തം എനിക്കാണ് എന്ന് പറഞ്ഞ് അത് മൊത്തം മുഹമ്മദ് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കും, അത് ഒരു തന്റെ കുടുംബത്തിന്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കി വെക്കുകയും ചെയ്യും. കുടുംബത്തിന്റെ ചെലവിൽ മാത്രമല്ല, ജിഹാദിന് വേണ്ടി ആയുധങ്ങൾ വാങ്ങാനും മറ്റു വയ്ക്കണം. അത് അടുത്ത ഹദീസിലാണ്, ആ ഹദീസ് ഞാൻ വായിക്കാം. ഉമർ നിവേദനം: ബനു നദീർ ഗോത്രത്തിന്റെ ധനം അള്ളാഹു അവന്റെ ദൂതന് കൈവരുത്തി കൊടുത്തതാണ്. അതിനായി മുസ്ലിങ്ങൾ കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഓടിക്കുകയോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നബിക്ക് പ്രത്യേകമായി നീക്കിവെച്ചിരുന്നു. അതിൽ നിന്ന് പ്രവാചകന്റെ കുടുംബത്തിൽ ഒരു വർഷക്കാലത്തെ ചെലവ് നടത്തിയിരുന്നു. അവശേഷിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധസന്നാഹത്തിനായി കുതിരകൾക്കും ആയുധങ്ങൾക്കുമായി ഉപയോഗിച്ചു. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 48. സുന്ന.com ചെന്നിട്ട് സ്വഹീഹ് മുസ്ലിം എടുത്താൽ 1757 ഹദീസ് 1757 ആ ഹദീസിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പൊ നിങ്ങളിവിടെ കണ്ടല്ലോ, മറ്റുള്ളവരുടെ അധ്വാന ഫലം തട്ടിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മുഹമ്മദിന്റെയും ഭാര്യമാരുടെയും ചെലവുകൾ നടത്തിയിരുന്നു എന്നാണ് ഈ ഹദീസിൽ കാണുന്നത്. അമുസ്ലിങ്ങളെ ആക്രമിച്ച് അവരെ കൊള്ളയടിച്ച് കിട്ടുന്നതിൽ 5-1 അള്ളാഹുവിനും മുഹമ്മദിനും, ബാക്കി 5-4 ഭാഗം മുസ്ലിങ്ങൾക്കുമായിട്ടാണ് വീതിച്ചിരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് സൂറ 8:41 അവിടെ നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബിമാരും ജിഹാദ് ചെയ്ത് മറ്റുള്ളവരുടെ വിയർപ്പ് കൊണ്ടാണ് സ്വന്തം കുടുംബങ്ങളെ പോറ്റിയിരുന്നത്. മുഹമ്മദ് ആദ്യം പറഞ്ഞിരുന്നത് കൊള്ളയടിച്ച് കിട്ടുന്ന മുഴുവൻ സ്വത്തും അള്ളാഹുവിനും റസൂലിനും എന്നൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നതേ ഉള്ളൂ. സൂറ 8:1 വായിച്ചാൽ മനസ്സിലാകും. ഞാൻ വായിക്കാം. നബിയെ, നിന്നോടവർ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളെ പറ്റി ചോദിക്കുന്നു. പറയുക, യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ അള്ളാഹുവിനും അവന്റെ റസൂലിനുമുള്ളതാകുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവേയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. സൂറ 8:1. ഈ ആയത്തിറക്കിയതിന്റെ പ്രശ്നം മുഹമ്മദിന് പിന്നീടാണ് മനസ്സിലായത്. യുദ്ധം ചെയ്യാൻ ഒരുത്തനെയും കിട്ടുന്നില്ല. ജിഹാദിന് പോരാനേ, മുഹമ്മദിന്റെ ഒപ്പം ജിഹാദിന് വരാൻ ഒറ്റ ഒരുത്തനും വരുന്നില്ല. കാരണം എന്താ? കാട്ടറബികളാണെങ്കിലും അവർക്കും കാണില്ല ഇത്തിരിയൊക്കെ ബുദ്ധി. യുദ്ധത്തിന് പോകേണ്ടത് ഞങ്ങള്, മുറിവേൽക്കുന്നതും അംഗഭംഗം വരുന്നതും കൊല്ലപ്പെടുന്നതും ഞങ്ങള്, രക്തം ഒഴുക്കേണ്ടത് ഞങ്ങള്. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ തോറ്റ ആൾക്കാരെ കൊള്ളയടിച്ച് കിട്ടുന്നതൊക്കെ മുഹമ്മദ് എടുക്കും. അള്ളാന്റെ പേരും പറഞ്ഞ് മുഹമ്മദ് എടുക്കും. മുഹമ്മദിനാണ് എല്ലാനും. സൂറ 8:1 അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കാരണന്മാര് പറയാറില്ലേ, അടികൊള്ളാൻ ചെണ്ട പണം വാങ്ങാൻ മാരാറുന്ന്. അത് തന്നെ സംഗതി. ഇതെല്ലാം ഇവന്മാര് ചെയ്യണം. ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം സാധാ ആ കാട്ടറബികൾക്ക്. അവസാനം അതിന്റെ ഗുണം മുഴുവൻ മുഹമ്മദ് തന്നെ. അപ്പൊ വെറുതെ എന്തിനാ ശത്രുക്കളുടെ വെട്ടുകൊണ്ട് ചാകുന്നത് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ഏത് കാട്ടറബിക്കും കാണില്ലേ, എത്ര ബുദ്ധിയില്ല എന്ന് പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് അത്രയും ബുദ്ധിയൊക്കെയുള്ള കാട്ടറബികൾ മുഹമ്മദിന്റെ കൂടെ അമുസ്ലിങ്ങൾക്കെതിരെ ജിഹാദിന് പോകുന്നത് നിർത്തി, അവസാനിപ്പിച്ച് ഈ പരിപാടി. അത്ര പോലും ബുദ്ധിയില്ലാത്ത കാട്ടറബികളുണ്ട്. അവരൊക്കെ മുഹമ്മദിനോടെ ജിഹാദിന് പോയിട്ടുമുണ്ട് കേട്ടോ. അതുകൊണ്ട് ആൾക്കാരുടെ എണ്ണം കുറവാണ്. ജിഹാദിന് പോകുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറവ്. അപ്പൊ അതോടെ മുഹമ്മദ് പെട്ടു. എരപ്പാളിക്കാണോ ചോറിന് പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദിനാണോ ആയത്തിന് പഞ്ഞം? ഉടനെ തന്നെ അള്ളാഹുവിനെ കൊണ്ട് മുഹമ്മദ് ആയത്തിറക്കിച്ചു. അതാണ് സൂറ 8:41. ഞാൻ വായിക്കാം. നിങ്ങൾ യുദ്ധത്തിൽ നേടിയെടുത്ത ഏതൊരു വസ്തുവിൽ നിന്നും അതിന്റെ 5-1 അള്ളാഹുവിനും റസൂലിനും റസൂലിന്റെ അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും വഴിപോക്കന്മാർക്കും ഉള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ. അല്ലാഹുവിലും സത്യാസത്യ വിവേചനത്തിന്റെ ദിവസത്തിൽ, അഥവാ ആ 2 സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസത്തിൽ നമ്മുടെ ദാസന്റെ മേൽ നാം അവതരിപ്പിച്ചതിലും നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. സൂറ 8:41. അപ്പൊ ഈ ആയത്ത് വന്നുകൊണ്ട് ആദ്യം 8:1 ഇറങ്ങി. ഒന്നീ പറഞ്ഞത് മൊത്തം അല്ലാഹുവിനും അവന്റെ റസൂലിനും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതോടുകൂടി ജിഹാദിന് ആള് വരാണ്ടായി കഴിഞ്ഞപ്പോ വീണ്ടും ആയത്തിറക്കിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എരപ്പാളിക്കാണോ ചോറിന് പഞ്ഞം, മുഹമ്മദിനാണോ ആയത്തിന് പഞ്ഞം? ആ അള്ളാഹിനോട് പറഞ്ഞാൽ പോരെ, ചറപറാ നിങ്ങളുടെ ആയത്തിറക്കുള്ള. അങ്ങനെ ഇറക്കിയതാണ് 8:41.
അപ്പോൾ ജിഹാദിന് വരുന്ന മുസ്ലിങ്ങൾക്കെല്ലാം കൂടി കൊള്ളമുതലിന്റെ 4 ഭാഗം കൊടുക്കാമെന്നാക്കിയപ്പോൾ പഴയതുപോലെ മുസ്ലിങ്ങൾ മുഹമ്മദിനോടൊപ്പം ജിഹാദിന് വരാൻ തുടങ്ങി. അങ്ങനെ അവരും മുഹമ്മദിന്റെ മാതൃക പിൻപറ്റി ജിഹാദ് നടത്തി കുടുംബം പോറ്റുകയുണ്ടായി. അതുകൊണ്ട് ജിഹാദിന് വെള്ളപൂശാൻ വരുന്ന സകല മദ്രസ പൊട്ടന്മാരോടും കുട്ടികളോടും പറയട്ടെ, കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് ജിഹാദിൽപ്പെട്ടതല്ല. മറിച്ച് ജിഹാദ് ചെയ്താൽ കഠിനാധ്വാനം ചെയ്യാതെ തന്നെ കുടുംബം പോറ്റാമെന്നാണ് നിങ്ങളുടെ ആശാൻ പറഞ്ഞിട്ടുള്ളത് എന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മ വേണം. ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നുള്ള ബോധ്യമാണ്. ഇനി നമുക്ക് അടുത്ത ജിഹാദിയുടെ വെളുപ്പിക്കൽ നോക്കാം. അതാണ് രസം. ഗീതയിൽ പറയുന്ന ധർമ്മയുദ്ധം സമം ജിഹാദ് എന്നാണ് ആ പുള്ളി പറയുന്നത്. ഗീതയിൽ ധർമ്മയുദ്ധത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ജിഹാദല്ല. ധർമ്മയുദ്ധം എന്ന് പറയുന്നത് ജിഹാദല്ല. കാരണം അള്ളാഹുവിന്റെ കാട്ടറബികളുടെ മതത്തിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടിയല്ല ഗീതയിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങൾ വേറെയുണ്ട്. മാത്രമല്ല കുടുംബ പ്രശ്നമാണ്. മഹാഭാരത യുദ്ധം നമുക്കറിയാം, കുടുംബകലഹവുമാണ്. അല്ലാതെ മുഹമ്മദ് പഠിപ്പിച്ച ജിഹാദിലേതുപോലെയുള്ള മതപരമായ കാരണങ്ങൾ ഒന്നും ഇല്ല. അതിന് മനസ്സിലായോ? കുടുംബകലഹവും രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെയാണ്, രാഷ്ട്രീയപരമായ കാരണങ്ങളുമാണ്, അല്ലാതെ മതപരമായ കാരണങ്ങളൊന്നുമില്ല. ഗീതയിൽ ലോകം മുഴുവൻ പോയി യുദ്ധം ചെയ്യാനൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ അള്ളാഹുവിന് വേണ്ടിയുള്ള ജിഹാദ് ലോകം മുഴുവൻ പോയി ചെയ്യണമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുള്ളത്. ഹദീസുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. കടൽ കടന്നുപോയി യുദ്ധം ചെയ്യണം, ഇന്ത്യയിലേക്ക് പോയി യുദ്ധം ചെയ്യണം, തുർക്കിനെ പോയി ആക്രമിക്കണം, തുർക്കികളോട് യുദ്ധം ചെയ്യണം, പിന്നെ ആഫ്രിക്കക്കാരോട് പോയിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യണം, മറ്റേ വത്തിക്കാനില് റോമില്, വത്തിക്കാനുള്ള വാക്കല്ല, അതൊക്കെ പിന്നെ ഒന്നാണ്. അന്ന് പറഞ്ഞാൽ റോമാണ്, റോമിന്റെ പട്ടണം, അതിനെ ആക്രമിക്കണം. ഇങ്ങനെയൊക്കെയാണ് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കമന്റ് ഇട്ട ഈ ജിഹാദി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ പല വീഡിയോകളുടെ കീഴിലും ഈ ക്യാപ്സൂൾ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മിക്ക വീഡിയോകളുടെ കീഴിൽ ഇത് തന്നെയാണ്. ഗീതയിൽ പറയുന്ന ധർമ്മയുദ്ധമാണ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ചിലരൊക്കെ ഇതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അന്നേരം മദ്രസാപ്പൊട്ടം പറഞ്ഞ ന്യായീകരണമുണ്ട്. അതിങ്ങനെയാണ്: ഗീതയിലാകുമ്പോൾ പ്രശ്നമില്ല, അറബി വാക്കാകുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അതായത് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, ജിഹാദ് എന്ന് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. അത് അറബി വാക്കാണല്ലോ, സംസ്കൃത വാക്കായാൽ കുഴപ്പമില്ല. ഇതാണ് അവൻ പറയുന്നത്. ഏരവാദ കരച്ചിലാണ്. നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ബർമുട, ഞങ്ങളിട്ട വള്ളിക്കളസ് എന്നാണോ ഈ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. മദ്രസ പൊട്ട, സംസ്കൃത വാക്കാണോ അറബി വാക്കാണോ എന്നതല്ല ഇവിടുത്തെ വിഷയം. ധർമ്മയുദ്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഹാഭാരത യുദ്ധത്തെയാണ്. എന്നാൽ വ്യാസൻ വളരെ വ്യക്തമായി തന്നെ വിവരിച്ചു തരുന്നുണ്ട് ധർമ്മയുദ്ധം എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്നുള്ള കാര്യം. കൃത്യമായി നിയമാവലികളൊക്കെ എഴുതിയിട്ടാണ് മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധം മുന്നോട്ട് പോകുന്തോറും ഈ നിയമാവലികളൊക്കെ പലവട്ടം ലംഘിക്കപ്പെടുന്നുണ്ട്. യുദ്ധം സൂര്യോദയത്തിന് മുമ്പ് ആരംഭിക്കുകയും സൂര്യാസ്തമയത്തിൽ അവസാനിപ്പിക്കുകയും വേണം. അങ്ങനെയാണ് അവർ എഴുതി വെച്ച നിയമത്തിലുള്ളത്. പക്ഷെ ജയദ്രഥനെ കൊന്ന സമയത്ത് ഈ നിയമം ലംഘിക്കപ്പെട്ടു. അതുപോലെ ഒന്നിലധികം യോദ്ധാക്കൾ ഒരു യോദ്ധാവിനെ ആക്രമിക്കരുത് എന്നുണ്ടായിരുന്നു. അഭിമന്യുവിനെ കൗരവർ ആക്രമിച്ചപ്പോ ഈ നിയമം ലംഘിക്കപ്പെട്ടു. കീഴടങ്ങിയ ഒരു യോദ്ധാവിനെ കൊല്ലാനോ മുറിവേൽപ്പിക്കാനോ പാടില്ല. യുദ്ധനിയമം ലംഘിച്ചുകൊണ്ട് അർജുനൻ തന്റെ വലത് കൈ മുറിച്ചു കളഞ്ഞപ്പോ പ്രായോപവേശ വ്രതം എന്ന് പറഞ്ഞ ഒരു വ്രതം അനുഷ്ഠിച്ച, അതായത് ദർഭപ്പുല്ലൊക്കെ വിരിച്ച് അതിന്റെ മുകളിൽ അസ്ത്രമൊക്കെ ഇട്ട് അതിന്റെ മുകളിലിരുന്ന് ഭക്ഷണമൊന്നുമില്ലാതെ ജീവൻ വെടിയുന്നവരെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വ്രതമാണത്. അപ്പൊ ആ പ്രായോപവേശ വ്രതം അനുഷ്ഠിച്ച ഭൂരിശ്രവസിനെ സാത്യകി കൊന്നുകളയുന്നുണ്ട്. ആയുധമൊന്നുമില്ലാതെ അവിടെ വ്രതത്തിലിരിക്കുമ്പോൾ ഭൂരിശ്രവസിനെ സാത്യകി കൊല്ലുന്നുണ്ട്. അപ്പൊ ഈ നിയമം ലംഘിക്കപ്പെട്ടു. അതുപോലെ ഒരു യോദ്ധാവ്, നിരായുധനായ യോദ്ധാവിനെ കൊല്ലാനോ പരിക്കേൽപ്പിക്കാനോ പാടില്ല. കർണൻ കൊല്ലപ്പെടുന്ന സമയത്ത് കർണൻ നിരായുധനായിരുന്നു. കർണനെ കൊന്നപ്പോൾ ഈ നിയമം ലംഘിക്കപ്പെട്ടു. ഒരു യോദ്ധാവും അബോധാവസ്ഥയിലുള്ള ഒരു യോദ്ധാവിനെ കൊല്ലാനോ മുറിവേൽപ്പിക്കാനോ പാടില്ല. അവരെഴുതി വെച്ചൊരു നിയമമാണ് അതിനകത്ത്. അഭിമന്യുവിനെ കൊന്നപ്പോ അഭിമന്യു ബോധരഹിതനായി കിടക്കുന്ന സമയത്ത് അവനെ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അത് തകർക്കപ്പെട്ടു. അതുപോലെ കുതിരകളെ ഒരു യോദ്ധാവിനും കൊല്ലാനോ മുറിവേൽപ്പിക്കാനോ പാടില്ല. അത് പലവട്ടം ലംഘിക്കപ്പെടുന്നുണ്ട്. കാരണം പലപ്പോഴും എതിരാളികളുടെ കുതിരകളെ കൊല്ലുന്നുണ്ട്, രണ്ടു കൂട്ടരും കൊല്ലുന്നുണ്ട്. അതുപോലെ തേരാളിനെ കൊല്ലാൻ പാടില്ല. തേരാളിക്കെതിരേക്ക് അമ്പ് ചെയ്യുന്നുണ്ട്. തേരാളിനെ പലവട്ടം കൊല്ലുന്നുണ്ട്. അതുപോലെ അവരെ ആക്രമിക്കാൻ വരാത്ത മൃഗത്തെ കൊല്ലാൻ പാടില്ല. ഇപ്പൊ ആനയെ കൊല്ലേണ്ടി വരും, ആന ഇവരെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ ആക്രമിക്കാൻ വരാതെ നിൽക്കുകയാണെങ്കിൽ അതിനെ കൊല്ലാൻ പാടില്ല. ഭീമൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? കൃഷ്ണന്റെ ഉപദേശപ്രകാരം അശ്വത്ഥാമാവ് എന്ന ഒരു ആനയെ കൊന്നു. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ആന അശ്വത്ഥാമ എന്ന ആനയെ കൊന്നിട്ട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് ദ്രോണരോട് പറഞ്ഞു. അപ്പൊ ദ്രോണർ പറഞ്ഞു, ഇല്ല നീ കള്ളമാണ് പറയുന്നത്, അശ്വത്ഥാമാവ് അങ്ങനെയൊന്നും മരിക്കുകയില്ല, അങ്ങനെ കൊല്ലപ്പെടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാ പാണ്ഡവപക്ഷത്ത് എല്ലാവരും പറഞ്ഞു അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. ഉടനെ ഇദ്ദേഹത്തോട് ചോദിക്കും, യുധിഷ്ഠിരനോട് ചോദിക്കും, യുധിഷ്ഠിര നീ സത്യം മാത്രം പറയുന്നവനല്ലേ, കളവ് പറയാത്തവനാണ്, നീ പറയൂ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടോ? അപ്പോ യുധിഷ്ഠിരൻ പറയും അശ്വത്ഥാമ ഹത,
അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. അശ്വത്ഥാമാവ് എന്ന ആനയാണ് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പൊ ഏതായാലും അതോടുകൂടിയാണ് പിന്നെ ദ്രോണര് ആയുധമൊക്കെ വെടിഞ്ഞ് അവിടെ ഒരു വ്രതത്തിൽ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പൊ തന്നെ വന്നിട്ട് ദൃഷ്ടിദ്യുമ്നം കൊല്ലും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞ ഈ ആന ഇവരുടെ വർഷത്ത് തന്നെയുള്ളതാണ്, ഇവർ ആക്രമിക്കാത്തതാണ്. അങ്ങനെയുള്ള ആനയെ പോയിട്ടാണ് ഭീമൻ കൊല്ലുന്നത്. അതുപോലെ ഓരോ ആയുധത്തിനും പ്രത്യേകമായ നിയമങ്ങൾ പാലിക്കണം. ഉദാഹരണത്തിന് ഗദ കൊണ്ടുള്ള യുദ്ധം, ഗദായുദ്ധമാണെങ്കിൽ അരയ്ക്ക് താഴെ അടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്, അത് പാടില്ല. എന്നാൽ ഈ യുദ്ധത്തിന്റെ അവസാനത്തെ ദിവസം 18ാമത്തെ ദിവസം രാത്രിയിൽ ഭീമന്റെയും ദുര്യോധന്റെയും അവസാനത്തെ പോരാട്ടത്തിൽ ഭീമൻ ദുര്യോധന്റെ തുടക്കടിച്ചാണ് വീഴ്ത്തുന്നത്. അതുപോലെ ആയുധം താൽക്കാലികമായി നഷ്ടപ്പെട്ടതോ ഉപേക്ഷിച്ചതോ ആയ ശത്രുവിനെ ആരും ആക്രമിക്കാൻ പാടില്ല. ദ്രോണൻ ആയുധമൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ദൃഷ്ടിദ്യുമ്നൻ ദ്രോണനെ വധിക്കുന്നത്. അതുപോലെ തുല്യനോട് തുല്യനാണ് പോരാടേണ്ടത്. ഇപ്പൊ രഥയോദ്ധാക്കൾ കുതിരപ്പടയെയും കാലാൾപ്പടയെയും ആക്രമിക്കാൻ പാടില്ല. ആനപ്പുറത്തിരിക്കുന്നവർ രഥങ്ങളെയും കാലാൾപ്പടയെ ആക്രമിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ്. ആ തുല്യരായവർ മാത്രം വേണം. പക്ഷെ ഈ നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു എന്ന് വ്യാസം മഹാഭാരതത്തിൽ വിവരിക്കുന്നുണ്ട്. അതായത് ധർമ്മയുദ്ധം എന്ന ഒന്നില്ല എന്നാണ് വ്യാസം പറയുന്നത്. എത്രയൊക്കെ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു യുദ്ധം നടത്താൻ പറ്റില്ല. അധർമ്മത്തിലൂടെ മാത്രമേ യുദ്ധങ്ങൾ ജയിക്കാൻ പറ്റൂ എന്നാണ് വ്യാസം പറയുന്നത്. അതങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഈ ധർമ്മയുദ്ധത്തിനൊന്നും വെള്ളപൂശാൻ വരുന്നില്ല. പക്ഷെ ഇവന്മാര് ജിഹാദിനെ വെള്ളപൂശാൻ വേണ്ടി ഈ ധർമ്മയുദ്ധം എടുത്തുകൊണ്ട് വരുന്നോണ്ട് പറയട്ടെ, മുഹമ്മദ് പഠിപ്പിച്ച ജിഹാദുമായി താരതമ്യം ചെയ്താൽ ഈ പറയുന്ന ധർമ്മയുദ്ധം എത്രയോ മെച്ചമാണ്. വ്യാസം പറയുന്ന ധർമ്മയുദ്ധം വളരെ മെച്ചമാണ്. കാരണം ലോകമെങ്ങും പോയി അഹിന്ദുക്കളോട് ധർമ്മയുദ്ധം ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, ഗീതയിൽ പറഞ്ഞിട്ടില്ല. മഹാഭാരത യുദ്ധം നടന്നത് മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയല്ല. ധർമ്മയുദ്ധത്തിന്റെ പേര് പറഞ്ഞ് ഗീതയിൽ വിശ്വസിക്കുന്നവരാരും ഇന്ന് അരയിൽ ബെൽറ്റ് ബോംബും കെട്ടിവെച്ച് നിരപരാധികളുടെ ഇടയിൽ ചെന്ന് പൊട്ടിത്തെറിക്കുകയോ തട്ടിയെടുത്ത അഹിന്ദുക്കളുടെ വിമാനങ്ങൾ അഹിന്ദുക്കളുടെ കെട്ടിടങ്ങളിൽ ഇടിച്ചു കയറ്റി ആയിരക്കണക്കിന് പേരെ കൊല്ലുകയോ അഹിന്ദുക്കളുടെ ഗ്രാമങ്ങൾ വളഞ്ഞ് അവിടെയുള്ളവരെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ അഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ തട്ടിയെടുത്ത അഹിന്ദുക്കളുടെ ട്രക്കുകൾ ഓടിച്ചു കയറ്റി നിരപരാധികളായിരിക്കുന്ന അഹിന്ദുക്കളെ കൊല്ലുകയോ അതല്ലെങ്കിൽ അഹിന്ദുക്കളുടെ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി വലിഞ്ഞു കയറി ചെന്ന് അവിടെയുള്ള അഹിന്ദു പെൺകുട്ടികളെയും അഹിന്ദു സ്ത്രീകളെയും ബലാത്സംഗം ചെയ്യുകയോ വലിഞ്ഞു കയറി ചെന്ന അഹിന്ദുക്കളുടെ നാട്ടിൽ കണ്ണിൽ കാണുന്നവരെയൊക്കെ കത്തിയെടുത്ത് കുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലായി? ഇതൊന്നും ചെയ്യുന്നില്ല ധർമ്മയുദ്ധത്തിന്റെ പേര് പറഞ്ഞിട്ട്. പക്ഷെ ജിഹാദിന്റെ പേരിൽ ഇതെല്ലാം ഇന്ന് ലോകത്ത് നിർബാധം നടക്കുന്നുണ്ട്. ജിഹാദികൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗീതയിലെ ധർമ്മയുദ്ധം സമം ജിഹാദ് എന്നുള്ള ചപ്പടാച്ചു കൊണ്ടോ അറബി വാക്കായാലേ പ്രശ്നമുള്ളൂ അല്ലേ എന്ന ഇരവാദ കരച്ചിൽ കൊണ്ടോ യാതൊരു കാര്യവുമില്ല എന്ന് എല്ലാ മദ്രസ പൊട്ടന്മാരെയും പൊട്ടികളെയും ഓർപ്പിക്കുകയാണ് കേട്ടോ. ജിഹാദിനെ ഒളിപ്പിക്കാൻ വേണ്ടി കമന്റ് ബോക്സിൽ മെഴുകിയ അടുത്ത ജിഹാദി നല്ലൊരു കോമഡി പീസാണ്. പുള്ളിക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ജിഹാദ് ആദ്യം മുസ്ലിം പ്രയോഗിക്കുന്നത് അവന്റെ സ്വന്തം മനസ്സിനോടാണ്. സെൽഫ് പുട്ടിഫിക്കേഷൻ നടത്തുന്നത് സ്വന്തം വ്യക്തിയുടെ ശരീരത്തോടാണ്. ശരിയാണ്, സെൽഫ് പുട്ടിഫിക്കേഷൻ തന്നെയാണ്. അന്യായ പുട്ടികളാണ് ഇത്. ആദ്യം മനസ്സ് നന്നാക്കി നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി ജീവിക്കുക, എന്നിട്ട് സമൂഹത്തെയും നന്നാക്കി എടുക്കുക. അതുകൊണ്ട് പഠിച്ചിട്ട് കൊമ്പ് ഓർക്കാൻ വാ. എന്റെ മദ്രസ പൊട്ട, നീ എത്ര പുട്ടിയിട്ടിട്ടും കാര്യമില്ല. അല്ലാഹുവും മുഹമ്മദും ഇസ്ലാമും ചുക്കിച്ചുളിഞ്ഞ് മുഖത്തെല്ലാം കരി പിടിച്ച അവസ്ഥയിലാണ്. അതിനിടയിൽ നീ ഈ സെൽഫ് പുട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. പിന്നെ ഇസ്ലാം വിഷയത്തിൽ ഞങ്ങളോട് കൊമ്പ് കോർക്കാൻ കെൽപ്പുള്ള ഒറ്റ ഒരുത്തനും ഇന്ന് കേരളക്കരയിലെ മുസ്ലിങ്ങൾക്കിടയിലില്ല. അതറിഞ്ഞു? കേരളക്കരയിലെ മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ എടുത്താലും ഏഷ്യയിലല്ല ലോകത്തെ ഏത് മുസ്ലിമിനെ എടുത്തു കഴിഞ്ഞാലും ശരി, ഞങ്ങളോട് കൊമ്പ് കോർക്കാൻ മാത്രമുള്ള ടീമുകളൊന്നും ലോകത്തില്ല. കാരണം തേങ്ങ 10 അരച്ചാലും താളല്ലേ കറി എന്ന് ചോദിച്ചതുപോലെ എത്ര വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞാലും ഈ ഖുർആൻ ഹദീസൊക്കെ വെച്ചിട്ടല്ലേ നിങ്ങൾ വാദിക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞങ്ങൾ വലിയ ആൾക്കാരായതുകൊണ്ടൊന്നുമല്ല. ആ പൊട്ടപുസ്തകങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എടുത്ത് വന്നു കഴിഞ്ഞാൽ എയറിലല്ല സ്പേസിലേക്ക് പോകും. അത് നമുക്കറിയാം. ഏതൊരുത്തം വന്നാലും പോകും കേട്ടാ. നിങ്ങളെപ്പോലെ അർത്ഥമറിയാത്ത അറബിയിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഓതിപ്പഠിച്ചവരല്ല ഞങ്ങൾ. അർത്ഥമറിയാവുന്ന ഭാഷയിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ വായിച്ചു പഠിച്ചവരാണ്. അതുകൊണ്ട് കൊമ്പ് കോർക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിക്കാൻ ഒരൊറ്റ മുസ്ലിമും വളർന്നിട്ടില്ല എന്ന കാര്യം സകല മദ്രസ പൊട്ടന്മാരെയും കുട്ടികളെയും ജിഹാദികളെയും ജിഹാദിച്ചികളെയും ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടാ. സ്വന്തം മനസ്സിന്റെ മേൽ നിയന്ത്രണം ഉണ്ടാകാൻ വേണ്ടി ജഡത്തിന്റെ ഇച്ഛകളോട് പോരാടുന്നതാണ് ജിഹാദ് എന്നൊക്കെ ഇവന്മാരിങ്ങനെ തള്ളും. സെൽഫ് പുട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞല്ലോ, പ്യൂരിഫിക്കേഷൻ ആണ് അയാൾ ഉദ്ദേശിച്ചത്, പുട്ടിഫിക്കേഷൻ ആയതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പല ഇസ്ലാമിക പണ്ഡിതന്മാർ, അതായത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന ഇടങ്ങളിൽ ഇന്ത്യയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയുള്ള അങ്ങനെയുള്ള ഓസ്ട്രേലിയയിലും അങ്ങനെയൊക്കെയുള്ള അടുത്ത പല മുസ്ലിം പണ്ഡിതന്മാരും ഈ വെളുപ്പിക്കൽ വ്യാഖ്യാനമായിട്ട് വരുന്നുണ്ട്. സെൽഫ് പ്യൂരിഫിക്കേഷൻ ആണ്, സ്വന്തം മനസ്സിന്റെ മേൽ നിയന്ത്രണം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വ്യാഖ്യാനത്തിലൊന്നും യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളതാണ് സത്യം.
അവരുടെ ആ വ്യാഖ്യാനത്തിന്റെ പൊള്ളത്തരം തെളിയിക്കാൻ വേണ്ടി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ചില തെളിവുകൾ തരാം. സൂറ 9:41. നിങ്ങൾ സൗകര്യമുള്ളവരാണെങ്കിലും ഞെരുക്കമുള്ളവരാണെങ്കിലും ധർമ്മസമരത്തിന് ഇറങ്ങി പുറപ്പെട്ടുകൊള്ളുക. ഈ ധർമ്മസമരം എന്ന് പറയുന്നത് ജിഹാദാണ്. നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ. സൂറ 9:41. ഇവിടെ ധർമ്മസമരം എന്ന് പറഞ്ഞിരിക്കുന്നത് ജിഹാദിനെയാണ്. ജിഹാദ് എന്ന് പറയാൻ പുള്ളിക്ക് വിഷമോ, ആ പരിഭാഷക്കാരന് വിഷമോ, അതുകൊണ്ടാണ് ധർമ്മസമരം ആക്കിയത്. സ്വന്തം മനസ്സിന്റെ മേൽ നിയന്ത്രണം ഉണ്ടാകാൻ വേണ്ടി ജഡത്തിന്റെ ഇച്ഛകളോട് പോരാടുന്നതാണ് ജിഹാദ് എന്ന് വരികിൽ എന്തിനാണ് സ്വത്തുക്കൾ കൊണ്ട് സമരം ചെയ്യേണ്ട ആവശ്യം? അങ്ങനെയല്ലേ പറഞ്ഞത്? സൂറ 9:41 നമ്മൾ വായിക്കുന്നത് അങ്ങനെയല്ലേ? നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ട് ശരീരങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇവരീ പറയുന്ന പോലെയാണെങ്കിൽ സ്വത്തുക്കളുടെ ആവശ്യം എന്താണ്? ഞാൻ എന്റെ മനസ്സിന്റെ മേൽ നിയന്ത്രണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സ്വയം വിധിക്കുന്ന കുറെ കെട്ടുപാടുകൾ ഉണ്ടാവും, ലിമിറ്റേഷൻസ്. അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അതിന് സ്വത്തുക്കളുടെ ആവശ്യം എന്താ? ആ പരിപാടിക്ക് അത് ഒരാവശ്യമില്ല. അപ്പൊ ഇവര് പറയുന്ന സംഗതിയല്ല. ജിഹാദ് എന്ന് പറയുന്നത് മനസ്സിന്റെ നിയന്ത്രണമോ മറ്റോ ഒന്നുമല്ല. ആയുധങ്ങൾ വാങ്ങാൻ പണം വേണം, ബോംബ് വാങ്ങാൻ, തോക്ക് വാങ്ങാൻ ഒക്കെ പണം വേണം. അന്നത്തെ കാലത്താണെങ്കിൽ വാള് വാങ്ങാൻ, പരിച വാങ്ങാൻ, കുതിര വാങ്ങാൻ, ഒട്ടകത്തെ വാങ്ങാൻ, അമ്പും ബില്ലും വാങ്ങാൻ ഒക്കെ കാശ് വേണം. മനസ്സിലായി? അതാണ് നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ട് സമരം ചെയ്തോന്ന് പറഞ്ഞത്. ഇനി അടുത്തത് അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവന് ഞാൻ ഉറപ്പ് നൽകുന്നു, അവന്റെ ജീവൻ എടുത്താൽ അവന് സ്വർഗം അനന്തരമായി നൽകും. അനന്തരം എന്ന് പറഞ്ഞാൽ അനന്തരാവകാശം. അള്ളാഹു അനന്തരാവകാശമായിട്ട് അവന് സ്വർഗം കൊടുത്തോളുന്നു. അവൻ തിരിച്ചു വരികയാണെങ്കിലോ പ്രതിഫലമോ യുദ്ധമുതലോ കരസ്ഥമാക്കിക്കൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. സുനാനു തിർമിദി അധ്യായം 20 ഹദീസ് നമ്പർ 1620. ഇവിടെ ജിഹാദ് ചെയ്യുന്നവന്റെ ജീവൻ എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. മരണപ്പെടുന്ന കാര്യമല്ല, അവന്റെ ജീവൻ മറ്റാരോ എടുക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്വന്തം ജഡികേച്ഛകളോട് പോരാടുന്നതാണ് ജിഹാദ് എങ്കിൽ ആരാണ് അവന്റെ ജീവൻ എടുക്കാൻ വരിക? ഇപ്പൊ ഞാൻ എന്റെ ജഡത്തിന്റെ ഇച്ഛകൾക്കെതിരായി ഞാൻ പോരാടുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ആരെങ്കിലും എന്നെ കൊല്ലാൻ വരുമോ? ഒരാളും വരില്ല. പിന്നെ ജിഹാദിൽ നിന്ന് അവൻ തിരിച്ചു വന്നാൽ, ഈ ജഡികേച്ഛകളോടുള്ള പോരാട്ടമൊക്കെ നിർത്തിയിട്ട് അവൻ മടങ്ങി വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയതിലേക്ക് തന്നെ അവൻ തിരിച്ചു വന്നാൽ അപ്പൊ യുദ്ധമുതലും കൊണ്ടാണ് വരിക എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ. അപ്പൊ മനസ്സിന്റെ ആ സെൽഫ് റിസ്ട്രിക്ഷനിൽ നിന്ന് ഒരാൾ മടങ്ങി വന്നാൽ, തിരിച്ചു വന്നാൽ എങ്ങനെയാണ് അയാൾക്ക് യുദ്ധമുതൽ കിട്ടുന്നത്? അപ്പൊ ഇവര് പറയുന്ന സംഗതിയല്ല ഇത്. ഇത് അമുസ്ലിങ്ങളെ പോയി ആക്രമിക്കുന്നതാണ്, അവരെ കൊള്ളയടിച്ചിട്ട് വരുന്നതാണ്. മനസ്സിലായോ? അമുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിൽ അവൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അവന് സ്വർഗം കിട്ടും, അനന്തരമായിട്ട് കിട്ടും. ഇനി കൊല്ലപ്പെട്ടിൽ അവൻ വിജയിക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള അവരുടെ കൊള്ളമുതലുകൾ, അവരെ കൊള്ളയടിക്കുന്നുണ്ടല്ലോ, ആ കൊള്ളമുതലായിട്ട് തിരിച്ചു വരും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഹദീസ് സയ്യിദ് ഇബ്നു ഖാലിദ് ജുഹനി നിവേദനം. നബി പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു യോദ്ധാവിനെ സജ്ജമാക്കിയാൽ അവൻ യുദ്ധം ചെയ്തു, ആരെങ്കിലും അവന്റെ കുടുംബത്തിന് നല്ലത് പകരം നൽകിയാൽ അവനും യുദ്ധം ചെയ്തു. സഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 33 ഹദീസ് നമ്പർ 135 136. അപ്പൊ ഇവരീ പറയുന്നത് പോലെ സ്വന്തം മനസ്സിന്റെ മേൽ നിയന്ത്രണം ഉണ്ടാകാൻ വേണ്ടി ജഡത്തിന്റെ ഇച്ഛകളോട് പോരാടുന്നതാണ് ജിഹാദ് എന്ന് വരികിൽ അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് ഒരുക്കി അയക്കേണ്ട ആവശ്യം? സ്വന്തം ജഡത്തിന്റെ ഇച്ഛകളോട് പോരാടാൻ വേണ്ടി ആരെങ്കിലും ഒരുക്കി അയക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി അങ്ങനെ സ്വന്തം ജഡത്തിന്റെ ഇച്ഛകളോട് പോരാടുന്നവന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ മറ്റു മുസ്ലിങ്ങൾ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിന്റെ ആവശ്യം എന്താ? പറയും. ജിഹാദിനെ ന്യായീകരിച്ച് വെള്ളം പൂശാൻ വരുന്ന സകല മദ്രസ പൊട്ടന്മാരും പൊട്ടികളും മറുപടി പറയണം. എന്താ ഇതിന്റെയൊക്കെ ആവശ്യം? ഇനി അടുത്തത് ഉഖ്ബത്ത് ഇബ്നു ആമീറിൽ ജുഹനിയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു ഓരോ അമ്പുകൊണ്ട് 3 ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നല്ല പ്രതിഫലം മോഹിച്ചുകൊണ്ട് അത് ഉണ്ടാക്കിയവൻ, അത് എറിഞ്ഞവൻ, അതിന് സഹായിച്ചവൻ. തിരുമേനി പറഞ്ഞു, നിങ്ങൾ അമ്പെറിയുകയും വാഹനമേറ്റുകയും ചെയ്തു കൊള്ളുക. എന്നാൽ അമ്പെറിയുന്നതാണ് വാഹനമേറ്റുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ഒരു മുസ്ലിമിന്റെ വിനോദങ്ങളൊക്കെ നിഷ്ഫലമാണ്. വില്ലുകുലച്ച് അമ്പെറിയുന്നതും തന്റെ കുതിരയെ പരിശീലിപ്പിക്കുന്നതും തന്റെ വീട്ടുകാരിയുമായി സല്ലപിക്കുന്നതും ഒഴികെ അതൊക്കെ സഫലമാണ്. സുനാനു തിർമിദി അധ്യായം 20 ഹദീസ് നമ്പർ 1637. അപ്പൊ മുഹമ്മദ് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് കേട്ടോ? ഒരേ അമ്പുകൊണ്ട് 3 ആളുകൾക്ക് പ്രതിഫലം കിട്ടുമെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ജിഹാദിന് വേണ്ടിയുള്ളതാണെന്നറിഞ്ഞ് ആ അമ്പ് ഉണ്ടാക്കിയ ആൾക്കും അല്ലാഹുവിന്റെ ശത്രുവിനെതിരെ ആ അമ്പ് ചെയ്ത ആൾക്കും ഈ അമ്പ് ചെയ്യാൻ സഹായിച്ച ആൾക്കും പ്രതിഫലമുണ്ട്. അമ്പ് ചെയ്യാൻ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ജിഹാദ് നടത്താൻ പോകുന്നവന്റെ കയ്യിൽ കാശില്ല, അവന് ഈ അമ്പ് വാങ്ങാൻ അവന്റെ കയ്യിൽ കാശുണ്ടായില്ല എന്ന് വരും. അപ്പൊ അന്നേരം വേറൊരാൾ നല്ല കാശ് കൊടുത്തിട്ട് അത് വാങ്ങിച്ച് അവന് കൊടുക്കുകയാണ്. അതാണ് സഹായം. ഇന്നും അത് തന്നെയാണ്. ജിഹാദ് ചെയ്യാൻ പോകുന്നവർക്ക് ബോംബും തോക്കും ഒന്നും അവരുടെ കയ്യിലില്ല. അതൊക്കെ വേറെ മുസ്ലിങ്ങളാണ്. നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ വലിയ മാന്യന്മാരായിട്ട് നമ്മൾ പരിഗണിക്കുന്ന അത്തരം മുസ്ലിങ്ങളൊക്കെയാണ് അതിന്റെ പുറകിൽ ഇവർക്ക് വേണ്ടുന്ന ഈ സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നത്. മനസ്സിലായോ? കാരണം ഇതാണ് സംഭവം. പ്രതിഫലമുണ്ട്. ജിഹാദിൽ ഞാനും പങ്കുചേർന്നിരിക്കുന്നു, എനിക്കും പ്രതിഫലമുണ്ട്.
അപ്പൊ ജഡമോഹങ്ങൾക്കെതിരെയുള്ള മനസ്സിന്റെ പോരാട്ടമാണ് ജിഹാദെങ്കിൽ അമ്പിന്റെ ആവശ്യം എന്താണ്? മദ്രസ പൊട്ടന്മാരെ, കുതിരയെ പരിശീലിപ്പിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പറ, എന്താ അതിന്റെയൊക്കെ ആവശ്യം? ജിഹാദ് എന്നാൽ ഒരു മുസ്ലിം ആയുധം എടുത്തുകൊണ്ട് അമുസ്ലിങ്ങൾക്കെതിരെ പോരാടുന്നതാണ്, അല്ലാതെ മനസ്സിനെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നതല്ല എന്ന് ഇത്തരം ആയത്തുകളും ഹദീസുകളും വായിക്കുന്ന ബുദ്ധി പണയം വെച്ചിട്ടില്ലാത്തവർക്ക് മനസ്സിലാകും. ജിഹാദിനെ വിളിപ്പിക്കാൻ ഇതൊന്നും പോരാ മദ്രസ പൊട്ടന്മാരെ. മദ്രസയിൽ പഠിക്കുന്ന പൊട്ടന്മാരോടും പഠിപ്പിക്കുന്ന പൊട്ടന്മാരോടും കൂടിയാണ് ഇത് പറയുന്നത്. രണ്ട് മദ്രസ പൊട്ടന്മാര്, പഠിക്കുന്ന പൊട്ടന്മാരും പഠിപ്പിക്കുന്ന പൊട്ടന്മാരും ഉണ്ട്. ആ പഠിപ്പിക്കുന്ന പൊട്ടന്മാരിൽ പെട്ടതാണ് ഈ പൊറോട്ട കിട്ടുകാരൻ കയ്പമംഗലം ഉസ്താദ്. അപ്പൊ എല്ലാവരോടും കൂടിയാണ് ഈ പറയുന്നത് കേട്ടാ, എല്ലാവരോടും കൂടിയാണ്. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജിഹാദിന് നീ കൊടുക്കുന്ന അർത്ഥം എന്താണ് എന്ന പൊറോട്ടക്കെട്ടുകാരന്റെ ചോദ്യത്തിനുള്ള മറുപടി ദൈവം അനുവദിച്ച അടുത്ത വീഡിയോയിൽ തരാം. ആ ചോദ്യത്തിന് മാത്രമല്ല, നിന്റെ അയൽവാസി നിന്റെ മതക്കാരനല്ലെങ്കിലും അവരെ നീ ബഹുമാനിക്കണമെന്ന പൊറോട്ടക്കെട്ടുകാരൻ കയ്പമംഗല ശിഹാബ് ഉസ്താദിന്റെ തള്ളിനും വർഗീയ വിഷം ചീറ്റാതെ മതസൗഹാർദ്ദ ക്ലാസ് എടുക്കാൻ പഠിക്കുക എന്ന തക്കിയയ്ക്കും ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ കർത്താവായ യേശുക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.